കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ബ്ലോക്കിൽ ഉളിക്കൽ, പയ്യാവൂർ, ഏരുവേശി, പടിയൂർ, മലപ്പട്ടം, ഇരിക്കൂർ, മയ്യിൽ, കുറ്റ്യാട്ടൂർ എന്നിങ്ങനെ 8 ഗ്രാമപഞ്ചായത്തുകളും ശ്രീകണ്ഠാപുരം എന്ന നഗരസഭയുമാണ് ഉള്ളത്. ഭൂപ്രകൃതിയിൽ വൈവിധ്യം നിറഞ്ഞതിനാൽ തന്നെ വിവിധ കാർഷിക വിളകൾക്ക് അനുയോജ്യമാണ് ഇരിക്കൂറിലെ മണ്ണ്. നെല്ല്, തെങ്ങ്, ജാതിക്ക, കുരുമുളക്, റബ്ബർ, പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ എന്നിങ്ങനെ സമ്പൽ സമൃദ്ധമാണ് ഇരിക്കൂറിലെ കാർഷിക മേഖല. രണ്ടായിരത്തി 22-23 സാമ്പത്തിക വർഷത്തിൽ കൃഷിവകുപ്പ് തുടങ്ങിയ ഫാം പ്ലാൻ അധിഷ്ഠിത വികസന സമീപനം എന്ന പദ്ധതിയുടെ തുടർപ്രവർത്തനമായി ഈ വർഷം മുന്നോട്ട് വച്ച കൃഷിക്കൂട്ടാധിഷ്ഠിത ഫാം പ്ലാൻ സമീപനം എന്ന പദ്ധതിയിൽ ഓരോ കൃഷിഭവനിലും 9 മാതൃകാ കൃഷിത്തോട്ടങ്ങളും ഒരു സംയോജിത കൃഷിത്തോട്ടവും തിരഞ്ഞെടുത്തു. ബ്ലോക്ക് തലത്തിൽ ലഭിച്ച 3,78,975 രൂപ ഓരോ കൃഷിഭവനും 42,108 രൂപ എന്ന പ്രകാരം നൽകി. സംയോജിത കൃഷിത്തോട്ടത്തിന് 25,000 രൂപ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. അതിൽ മികച്ച സംയോജിത കൃഷിത്തോട്ടങ്ങളിൽ ഒന്നാണ് മയ്യിൽ പഞ്ചായത്തിലെ നണിയൂർ നമ്പ്രം സ്വദേശി മുരളീധരൻ എന്ന കർഷകന്റേത്. കൃഷിക്കൊപ്പം പശുവളർത്തലിലൂടെ നല്ല ആദായം ഉണ്ടാക്കുന്നു. HF, ജേഴ്സി, കാസർഗോഡ് കുള്ളൻ എന്നിങ്ങനെ വിവിധ ഇനത്തിൽപ്പെട്ട പശുക്കളെ ഈ കർഷകന്റെ കൃഷിയിടത്തിൽ കാണാം. പശുവളർത്തലിനൊപ്പം ആത്മാ പദ്ധതിയുടെ ഭാഗമായി ചെറുധാന്യ കൃഷിയെക്കുറിച്ച് നടത്തിയ സംസ്ഥാനത്തിന് പുറത്തുള്ള പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുകയും കൃഷി തുടങ്ങുകയും ചെയ്തു. 2ാം വിള നെൽകൃഷി ചെയ്ത പാടത്ത് പയറുവർഗ വിളകളും കൃഷി ചെയ്തിട്ടുണ്ട്. സംയോജിത കൃഷി നടപ്പാക്കുന്നതിൽ മികച്ചതും വ്യത്യസ്തവുമായി കൃഷി ചെയ്യുന്ന കർഷകനാണ് പയ്യാവൂർ കൃഷിഭവന്റെ പരിധിയിലുള്ള പൈസക്കരി സ്വദേശിയായ ജെന്റിൽ മാത്യു. ആധുനിക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. പശു വളർത്തലിൽ തീറ്റപ്പുൽ കൃഷിക്ക് പുറമെ സമ്പുഷ്ടീകരിച്ച സൈലേജും ഉപയോഗിക്കുന്നു. വിവിധ ഇനം പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ജെന്റിൽ മാത്യുവിന്റെ കൃഷിത്തോട്ടത്തിൽ കാണാം. സംയോജിത കൃഷിയിൽ ഉത്തമ മാതൃകാ കർഷകനാണ് പടിയൂർ സ്വദേശി അനിൽകുമാർ. പച്ചക്കറി കൃഷിയോടൊപ്പം ഫലവൃക്ഷങ്ങൾ, തേനീച്ച കൃഷി, കോഴി വളർത്തൽ, മത്സ്യകൃഷി എന്നിവയും ചെയ്യുന്നു. ബയോഫ്ലോക് സംവിധാനത്തിലൂടെയാണ് മത്സ്യകൃഷി ചെയ്യുന്നത്. വരുമാനം മെച്ചപ്പെടുത്തുവാൻ ചെറുതേനീച്ച കോളനി, തിലോപ്പിയ മത്സ്യകൃഷി എന്നിവയും ചെയ്യുന്നു. മാതൃകാ കൃഷിത്തോട്ടത്തിന് ഉദാഹരണമാണ് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി പരിധിയിലെ നെടിയങ്ങ സ്വദേശി ജോസ് പാറയിൽ എന്ന കർഷകന്റെ കൃഷിത്തോട്ടം. കാർഷിക വൃത്തിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് അദ്ദേഹത്തിൻ്റെത്. പ്രധാന വിളയായി വാഴയും പച്ചക്കറിയും, ഇടവിളയായി ചേന, തണ്ണിമത്തൻ എന്നിവയും കൃഷി ചെയ്യുന്നു. പുഷ്പാകരൻ എന്ന കർഷകൻ 1 ഏക്കർ കൃഷിയിടത്തിൽ നെല്ല്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്നതിന് പുറമെ കൃഷിക്കൂട്ടമായി 4 ഏക്കർ തരിശു ഭൂമിയിൽ പാട്ടത്തിന് വാഴകൃഷിയും ചെയ്യുന്നു. ഫാം പ്ലാൻ സ്കീമിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത കൃഷിത്തോട്ടങ്ങളുടെ ഫാം പ്ലാൻ തയ്യാറാക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ബ്ലോക്ക് തലത്തിൽ വർക്ക്ഷോപ്പ് നടത്താനായി ഇരിക്കൂർ ബ്ലോക്കിന് 30,000 രൂപ അനുവദിച്ചു. 3 വർക്ക്ഷോപ്പുകളിലായി 100ഓളം കർഷകർ പങ്കെടുത്തു. FPOയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ഭാവിയിലെ സാധ്യതകളെക്കുറിച്ചും KVK ഹെഡ് ഡോക്ടർ P. ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഫാം പ്ലാൻ സ്കീമിന്റെ ഭാഗമായി ഓരോ കൃഷിഭവനിലും രൂപീകരിച്ച അഗ്രിഗേഷൻ സെന്ററിന് ഈ വർഷം 10,000 രൂപ റിവോൾവിംഗ് ഫണ്ട് നൽകി. ഇരിക്കൂർ ബ്ലോക്കിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അഗ്രിഗേഷൻ സെന്ററുകളാണ് മയ്യിൽ, മലപ്പട്ടം, ഉളിക്കൽ, ശ്രീകണ്ഠാപുരം, പടിയൂർ, കുറ്റ്യാട്ടൂർ, പയ്യാവൂർ എന്നീ അഗ്രിഗേഷൻ സെന്ററുകൾ. എല്ലാ അഗ്രിഗേഷൻ സെന്ററുകളിലും ഈ വർഷത്തെ വിഷു വിപണി അതിഗംഭീരമായി സംഘടിപ്പിക്കുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. 2022-23, 2023-24 സാമ്പത്തിക വർഷം ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുത്ത കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിക്കൂർ ബ്ലോക്ക് കർഷക ഉത്പാദക സംഘം ജാനുവരി 3 രൂപീകരിച്ചു. 2023-24 വർഷത്തിൽ FPOയുടെ പ്രവർത്തനത്തിനായി 2,32,500 രൂപ അനുവദിച്ചു. കർഷകരുടെ വരുമാനവും വിപണി സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനായി ബ്ലോക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചു. കാർഷിക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി വിശദമായ പദ്ധതി രേഖകൾ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നതിനായി DPR ക്ലിനിക്കുകൾ നടത്തുവാൻ ഇരിക്കൂർ ബ്ലോക്കിന് 50,000 രൂപ അനുവദിച്ചു. 3 DPR ക്ലിനിക്കുകളിലായി 20ഓളം പ്രോജക്ടുകൾ അംഗീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. ഇരിക്കൂർ ബ്ലോക്കിലെ മികച്ച മൂല്യവർദ്ധിത സേവന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി വെഞ്ചൂർ ക്യാപിറ്റൽ ഫണ്ട് അനുവദിച്ചു. ഓരോ കൃഷിക്കൂട്ടങ്ങൾക്കും പ്രൊജക്ട് അടിസ്ഥാനത്തിൽ 50,000 രൂപ പ്രകാരം 8 മൂല്യവർദ്ധിത കൃഷിക്കൂട്ടങ്ങൾക്കായി 4 ലക്ഷം രൂപയും 2 സേവന മേഖലാ കൃഷിക്കൂട്ടങ്ങൾക്കായി 1 ലക്ഷം രൂപയും അനുവദിച്ചു. പലഹാര യൂണിറ്റ്, ഐസ്ക്രീം യൂണിറ്റ്, വെളിച്ചെണ്ണ എള്ളെണ്ണ സംസ്കരണ യൂണിറ്റ്, പഴവർഗ്ഗങ്ങളുടെ സംസ്കരണ യൂണിറ്റ് തുടങ്ങിയവയ്ക്കാണ് സ്കീമിൽ സാമ്പത്തിക സഹായം നൽകിയത്.
വെഞ്ചർ ക്യാപിറ്റൽ അനുവദിച്ച മൂല്യവർദ്ധിത മേഖലയിലെ ഒരു കൃഷിക്കൂട്ടമാണ് മയ്യിൽ പഞ്ചായത്തിലെ ഒരുമ സ്വയം സ്വാശ്രയ സംഘം. കർഷകരിൽ നിന്നും നെല്ല് ശേഖരിച്ച് പുഴുങ്ങി അരിയാക്കി കൊടുക്കുന്നു. കൂടാതെ സൂര്യകാന്തി, എള്ള് എന്നിവയുടെ സംസ്കരണവും ചെയ്യുന്നു. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൃഷിക്കൂട്ടമാണ് മയ്യിൽ കൃഷിശ്രീ സെന്റർ. കാർഷിക പ്രവൃത്തികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകൽ തുടങ്ങിയ നിരവധി സേവനങ്ങൾ കൃഷിശ്രീ സെന്റർ കർഷകർക്കായി നൽകുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനായി അവയുടെ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് പ്രത്യേക ഔട്ട്ലെറ്റുകൾ വഴി അവ വിറ്റഴിക്കുന്നതിനായി പ്രീമിയം ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം 10 ലക്ഷം രൂപ അനുവദിച്ചതിൽ പ്രൊജക്ട് അടിസ്ഥാനത്തിൽ മയ്യിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിയെ തിരഞ്ഞെടുത്തു. മൂല്യനിർണയാടിസ്ഥാനത്തിൽ അംഗീകരിച്ച പ്രൊജക്ട് പ്രകാരം ഔട്ട്ലെറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ണൂരിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. SFAC സാമ്പത്തിക സഹായത്തോടെ 2022 രൂപീകരിച്ച മലപ്പട്ടം സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിക്ക് നിലവിൽ 306 ഷെയർ ഹോൾഡർമാരുണ്ട്. പ്രധാനമായും മഞ്ഞൾ, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സമാഹരണത്തിനും സംസ്കരണത്തിനും വിപണനത്തിനും ഊന്നൽ നൽകുന്നു. ഈ വർഷം കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിക്കുന്നതിനു വേണ്ടിയുള്ള സംഭരണ കേന്ദ്രവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന FPOയുടെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രൊജക്ട് അടിസ്ഥാനത്തിലുള്ള SFACയുടെ സാമ്പത്തിക സഹായത്തിനായി മയ്യിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിയെ തിരഞ്ഞെടുത്തു. പ്രൊജക്ട് അടിസ്ഥാനത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രാഥമിക സംസ്കരണത്തിനും പാക്കിങ്ങിനുമായുള്ള 5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നതിനായി കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനിയെ തിരഞ്ഞെടുത്തു. സ്കീമിന്റെ ഭാഗമായി സോഡ മേക്കിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള മെഷീനറികൾ വാങ്ങുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. 2023-24 വർഷത്തിൽ ആത്മ പദ്ധതിയിൽ കർഷകർക്കായി 2 സംസ്ഥാനത്തിന് പുറത്തുള്ള പരിശീലന പരിപാടിയും 4 സംസ്ഥാനത്തിനകത്തുള്ള പരിശീലന പരിപാടിയും കൃഷിയുടെ സന്ദർശന പരിപാടിയും കൂടാതെ 8 ജില്ലയ്ക്കകത്തുള്ള പരിശീലന പരിപാടിയും നടത്തി. പ്രാപ്തി വികസന പരിശീലന പരിപാടിയുടെ ഭാഗമായി 8ഓളം കൂട്ടായ്മകൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്തിന് പുറത്തുള്ള പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത കർഷകർ ചെറുധാന്യങ്ങളുടെ വിത്ത് വാങ്ങി വ്യാപകമായി കൃഷി ചെയ്തിട്ടുണ്ട്. പ്രാപ്തി വികസന പരിശീലന പരിപാടിയിലൂടെ പരിശീലനം ലഭിച്ച വനിതാ കർഷകർ ഭക്ഷ്യസുരക്ഷാ സംഘമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 2023-24 വർഷത്തിൽ ലീഡ്സ് ഇന്നൊവേഷൻ പദ്ധതിയിൽ വാഴയിൽ നന്മ, സമ്പൂർണ്ണ എന്നിവയും തെങ്ങിൽ ട്രൈക്കോക്കേക്ക് വെക്കൽ, കൽപ്പവർദ്ധിനി തുടങ്ങിയവയുടെയും നെല്ലിൽ സമ്പൂർണ്ണ എന്നിവയുടെയും പ്രദർശനത്തോട്ടം നടപ്പിലാക്കി. ടെക്നോളജി ഡിസമിനേഷനിൽ വിത്തുകൾ, ബൊറാക്സ്, ബ്യുവേറിയ, വെർമി കമ്പോസ്റ്റ് തുടങ്ങിയവയും നൽകി. ഇരിക്കൂർ ബ്ലോക്കിൽ വിവിധ പഞ്ചായത്തുകളിലായി നെൽകൃഷി വികസന പദ്ധതി നടപ്പിലാക്കുവാനായി 17,53,100 രൂപ സാമ്പത്തിക സഹായം നൽകി. RKVY മില്ലറ്റ് പദ്ധതിയിൽ ഇരിക്കൂർ ബ്ലോക്കിലെ മയ്യിൽ പഞ്ചായത്തിൽ 8 ഹെക്ടർ ചെറുധാന്യ കൃഷി ചെയ്തതിന് ഹെക്ടറിന് 20,000 രൂപ എന്ന നിരക്കിൽ 1,60,000 രൂപ സാമ്പത്തിക സഹായം നൽകി. ഇരിക്കൂർ ബ്ലോക്കിൽ പച്ചക്കറി വികസന പദ്ധതിയിൽ ജില്ലാ ക്ലസ്റ്ററിനായി 1,25,000 രൂപയും സ്റ്റാഗേർഡ് ക്ലസ്റ്ററിനായി 7,50,000 രൂപയും സാമ്പത്തിക സഹായം അനുവദിച്ചു. പച്ചക്കറി വികസന പദ്ധതിയിൽ മട്ടുപ്പാവ് കൃഷിക്കായി 3,15,000 രൂപയുടെ സാമ്പത്തിക സഹായം ഉളിക്കൽ, പയ്യാവൂർ, ശ്രീകണ്ഠാപുരം എന്നീ കൃഷിഭവനുകളിലായി നൽകി. തുറസായ കൃത്യത കൃഷിക്കുള്ള സാമ്പത്തിക സഹായത്തിൽ ഇരിക്കൂർ ബ്ലോക്കിൽ 1.5 ഏക്കർ കൃത്യത കൃഷി ചെയ്തതിന് 60,000 രൂപ സാമ്പത്തിക സഹായം മയ്യിൽ പഞ്ചായത്തിന് നൽകി. ഫ്ലോറി വില്ലേജ് പദ്ധതിയിൽ ബ്ലോക്കിലെ കർഷകർക്ക് പരിശീലനം നൽകുകയും സ്കീം നടപ്പിലാക്കി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. ജർബറ, ജാസ്മിൻ, റോസ്, ആന്തൂര്യം, ഓർക്കിഡ്, ഫോളിയേജ് പ്ലാന്റ്സ് എന്നിവയ്ക്കാണ് സാമ്പത്തിക സഹായം നൽകിയത്. 2023-24 SHM പദ്ധതിയിൽ ഇരിക്കൂർ ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന് പാക്കിംഗ് ഹൌസിനായി 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം അനുവദിച്ചു. കണ്ണൂർ KVKയും കണ്ണൂർ അഗ്രികൾച്ചർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മയ്യിൽ കൃഷിഭവനും സംയുക്തമായി മയ്യിൽ ഗ്രാമപഞ്ചായത്തിലെ അരയിടം, വള്ളിയോട്ട്, മാന്തവയൽ എന്നീ പാടശേഖരങ്ങളിലായി 25 ഹെക്ടറോളം നെൽകൃഷി ഡ്രോൺ ഉപയോഗിച്ച് സൂക്ഷ്മമൂലകങ്ങളുടെ പത്രപോഷണം നടത്തി.
കേരഗ്രാമം പദ്ധതി 2ാം വർഷം പയ്യാവൂർ, മലപ്പട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും 3ാം വർഷം പടിയൂർ ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കിയതിന് 16,10,924 രൂപ സാമ്പത്തിക സഹായം നൽകി.